ഗുഡ് മോർണിംഗ്. മഴക്കാലമാണ്. കേരളത്തിലും വെസ്റ്റ് നൈൽ ഡിസീസ് റിപ്പോർട്ട് ചെയ്തതായി നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. എന്താണ് ആക്ച്വലി വെസ്റ്റ് നൈൽ ഡിസീസ് എന്ന് പറയുന്നത്? ഇതൊരു മോസ്കിറ്റോ ബോൺ ഇൽനെസ് ആണ്. പ്രൈമർലി ക്യൂലക്സ് മോസ്കിറ്റോയുടെ ബൈറ്റ് മൂലമാണ് ഈ ഒരു വൈറൽ ഡിസീസസ് ഹ്യൂമൻസിൽ ഇൻഫെക്ഷൻസിന് കാരണമാകുന്നത്. ഈവൻ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരെ ലീഡ് ചെയ്യാവുന്ന ഒരു വൈറൽ ഡിസീസ് ആണ് വെസ്റ്റ് നൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഫ്ലാവി വൈറസ് ജീനസിൽ പെടുന്നവയാണ് വെസ്റ്റ് നൈൽ വൈറസ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായി നമ്മൾ ഡിസ്കവർ ചെയ്തത് വെസ്റ്റ് നൈൽ റീജിയൺ ഓഫ് ഉഗാണ്ടയിലാണ് 1937. അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഒരു വൈറൽ ഡിസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ബേർഡ്സ് ആണ് ഈ ഒരു വൈറസിന്റെ പ്രൈമറി റിസർവോയർ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ബേർഡ്സിൽ നിന്നാണ് മോസ്കിറ്റോയിലേക്ക് ഇത് ലഭിക്കുന്നത്. ഇനി മോസ്കിറ്റോ ബൈറ്റ് വഴിയാണ് ഹ്യൂമൻസിന് ഈ ഒരു വൈറൽ ഡിസീസസ് കാരണമാകുന്നത്. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? പ്രധാനമായും ഫീവർ ആൻഡ് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആയിരിക്കും. ഹെഡേക്ക്, ബോഡി ഏക്സ്, ഈവൻ സംടൈംസ് വോമിറ്റിങ്ങിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. സിവിയർ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് മെനിഞ്ചൈറ്റിസ് അതല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് ആണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വീക്കൻഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവരെയും അതുപോലെ തന്നെ ഒരുപാട് പ്രായമായവരെയും ഒക്കെയാണ് ഈ ഒരു വൈറൽ ഡിസീസസ് പ്രധാനമായും അഫക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡയഗ്നോസിസ് നമ്മൾ നടത്തുക? ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് പ്രധാനമായും ഡയഗ്നോസിസിനുള്ള വഴി. പ്രസൻസ് ഓഫ് ആന്റിബോഡീസ് ആണ് നമ്മൾ ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇനി ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ CT സ്കാൻ, MRI പോലെയുള്ള ഇമേജിംഗ് ടെസ്റ്റുകൾ നടത്താവുന്നതാണ്. ക്ലിനിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റിൻ്റെ സിംറ്റംസും അതുപോലെ ട്രാവൽ ഹിസ്റ്ററിയും ഒക്കെ ഡോക്ടേഴ്സ് സാധാരണ അസസ് ചെയ്യാറുണ്ട്. ഫീവർ ആണ് എങ്കിൽ പോലും സ്വയം നമ്മൾ ചികിത്സിക്കാതിരിക്കുക. സിംറ്റംസ് സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ അസിസ്റ്റൻസ് തേടുക എന്നുള്ളതാണ് പരമപ്രധാനം. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമായും സപ്പോർട്ടീവ് കെയർ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മുടെ ഈ സപ്പോർട്ടീവ് കെയറിൽ ഉൾപ്പെടുന്നവയാണ്. പ്രധാന കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് മോസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സ് തന്നെയാണ്. അപ്പോൾ വാക്സിൻസ് ഇതുവരെയും നമ്മൾ ഈ ഒരു വൈറൽ ഡിസീസസിനെതിരെ അപ്രൂവ്ഡ് ആയിട്ടില്ല. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സർവൈലൻസും മോണിറ്ററിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജാഗ്രത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് അബൌട്ട് വെസ്റ്റ് നൈൽ ഡിസീസ്. താങ്ക് യു.